ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നിലധികം ഉള്ളത് കൊണ്ട് ആദ്യം ഏതെടുത്ത് പറയണമെന്നറിയില്ല. ചുമ, തലവേദന, കഫക്കെട്ട് തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം കാതിലെപ്പം നോക്കിയാലും ഒരു കാറ്റ്. അതെന്താണെന്നറിയില്ല, ഭയങ്കര ഇറിറ്റേഷൻ. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വന്നതെന്നോ എന്താണ് അതിൻ്റെ റീസൺ എന്നോ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് എന്തായാലും ഹോസ്പിറ്റലിൽ വീട് ഹോസ്പിറ്റലായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ പ്രാണവേദന, അവിടെ അച്ഛനും മകനും ഭയങ്കര കളി തമാശ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നേരം അവരൊക്കെ നോക്കിയിരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൻ്റെ വീഡിയോ ക്ലിപ്സൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലിപ്സൊക്കെ ഇൻ ബിറ്റ്വീൻ കാണാം. ലാസ്റ്റ് നമ്മളെ BP ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചായിരുന്നു. BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നോർമലായിരുന്നു. പിന്നെ ഡോക്ടറെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ വീണ്ടും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെയും വന്നിരുന്ന് പിന്നെയും ബോറടിച്ചപ്പോൾ ശ്രീരാമിൻ്റെ കുറച്ച് 1-2 വീഡിയോസും കൂടി എടുത്തു കേട്ടോ. 1-2 ടെസ്റ്റൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. കാതടിച്ച് പോയോന്നൊരു ഡൗട്ട് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് ഹിയറിംഗ് ടെസ്റ്റിനെടുത്ത് അവർ എഴുതി തന്നായിരുന്നു. ഹൈ ഫ്രീക്വൻസി സൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര വലിയ സൗണ്ടാണെന്ന്. അപ്പോൾ എനിക്കൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല, ഇച്ചിരി കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു എൻ്റെ കാത് പോയെന്ന്. പിന്നെയാണ് മനസ്സിലായത് ഹൈ ഫ്രീക്വൻസി സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി സൗണ്ട് ഉണ്ടാവുള്ളൂ എന്ന്. പഠിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ വന്നിട്ട് 3 മണിക്കൂറായി കേട്ടോ പ്രകാശേട്ടൻ പറയുന്നത്. 3 മണിക്കൂറിലും കൂടുതലായി. മൊബൈലുള്ളത് കൊണ്ട് കുറച്ച് നേരം റീൽസും ഗെയിംസൊക്കെ കണ്ടുകൊണ്ടിരുന്ന് പിന്നെ വീണ്ടും എക്സ്റേ റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ട് ഡോക്ടറെ പോയി കണ്ടു. എവിടെ പോയാലും പിന്നെ മുരുകനുണ്ട്, അതാണൊരു സമാധാനം. ഭഗവാനെ കണ്ട് അവിടെ നിന്ന് തന്നെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ചാടി ഇറങ്ങി. എനിക്ക് പണ്ടേ ഹോസ്പിറ്റൽ ഇഷ്ടമല്ല, പക്ഷെ അപ്പോൾ പ്രായമായി വരുന്നതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും ഹോസ്പിറ്റലിൽ പോയല്ലേ പറ്റൂ. ശ്രീരാമ ഇതാണ് സ്പൈഡർമാൻ എന്ന് എനിക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പ്രകാശേട്ടൻ മരുന്നൊക്കെ വാങ്ങിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡിൻ്റെ വീഡിയോ എടുക്കണം എന്ന് കരുതി എടുക്കാൻ പറ്റിയില്ല. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ മറന്നു പോകും. പണ്ട് മുതലേയുള്ള പ്രശ്നമാണ്. ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം പുറത്തുള്ള വീഡിയോസൊക്കെ എടുത്തു. ഇത് ബുജിമയുടെ ഫ്രണ്ടാണ്, അവരൊരു പൊളിറ്റീഷ്യനാണ്. ഇത് വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡാണ് കേട്ടോ, രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്രോഷറും അല്ല. അവർ പൊളിറ്റിക്സിലുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഒരു രീതിയാണ്. നമ്മുടെ ഇവിടെയൊക്കെ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വിവാഹത്തിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ കല്യാണത്തിന് പോവുകയാണെങ്കിൽ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ മറ്റൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ലവ് യു ഓൾ.